മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ആദിശേഖരനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. 10 ലക്ഷം രൂപ പിഴത്തുക ആദിശേഖരന്റെ മാതാപിതാക്കൾക്ക് നൽകണം. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ശിക്ഷിച്ചത്. വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും വിധി സമൂഹത്തിനുള്ള സന്ദേശമായി മാറണമെന്നും ആദിശേഖരന്റെ പിതാവ് അരുൺ കുമാർ മീഡിയ വണ്ണോട് പറഞ്ഞു. കോടതി വിധിയിൽ സംതൃപ്തി ഉണ്ടെന്ന് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിനീത് കുമാർ പ്രതികരിച്ചു. അല്ല, കോടതിയിൽ പ്രതി പറഞ്ഞ പ്രധാനപ്പെട്ട 3 ഡിഫൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ വാഹനത്തിന് യന്ത്ര തകരാറായിരുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നാണ് ഒന്ന് പറഞ്ഞത്. അതായത് ഈ ഇലക്ട്രിക് കാറിന് അദ്ദേഹം ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് നിന്ന സമയത്ത് വാഹനം മൂവ് ചെയ്തില്ല. പിന്നീട് അദ്ദേഹം അശ്രദ്ധനായിരുന്നതുകൊണ്ട് വാഹനം തനിയെ മൂവ് ചെയ്യുകയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ ബ്രേക്ക് ചവിട്ടിയപ്പോൾ അത് ആക്സിലേറ്റർ ആയി പോയി എന്നുള്ളൊരു വിചിത്രവാദം. പക്ഷേ ഈ വാഹനത്തിന് യാതൊരുവിധ യന്ത്ര തകരാറും ഇല്ല എന്നുള്ളത് പ്രോസിക്യൂഷന് തെളിയിക്കാനായിട്ട് പല കാരണങ്ങളുകൊണ്ടും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ വിശദമായിട്ട് പരിശോധിപ്പിച്ച് അത് യാതൊരു യന്ത്ര തകരാറും സോഫ്റ്റ്വെയർ തകരാറും ഇല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനും കഴിഞ്ഞു. കൂടാതെ ഈ സംഭവത്തിന് ശേഷം 3 മിനിറ്റിനുള്ളിൽ പ്രതി തന്നെ ഈ വാഹനം എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്ന ദൃശ്യവും കോടതിക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാട്ടാക്കട ആദിശേഖർ കൊലക്കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. പ്രതി പ്രിയരഞ്ജൻ കുറ്റക്കാരനാണെന്നും ജീവപര്യന്തം ശിക്ഷയും 10 ലക്ഷം രൂപ പിഴയും കൊടുക്കണമെന്നും വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതി വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട ആദിശേഖറിന്റെ പിതാവ് അരുൺകുമാർ മീഡിയയോടൊപ്പം ചേരുകയാണ്. കോടതി വിധിയിൽ സംതൃപ്തിയുണ്ടോ? പൂർണ്ണമായൊരു തൃപ്തിയില്ല, എങ്കിലും ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ല സന്ദേശമാണ് ഈ വിധി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. സമൂഹത്തിനൊരു സന്ദേശം എന്നുള്ളത് ഒരു ജീവപര്യന്തം തടവാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? ഇത് ചെറിയ കുട്ടികളാണ്. അപ്പോൾ ദുർബലരായ കുട്ടികളോട് മുതിർന്ന ആൾക്കാർ ഏത് മനോഭാവത്തിലാണ് കാണുന്നതെന്നതിൻ്റെ ഒരു തെളിവാണിത്. സമൂഹത്തിൽ കുട്ടികളോടുള്ള അതിക്രമം ഇന്ന് വളരെ കൂടിയിരിക്കുകയാണ്. ഇതൊരു നിസ്സാരമായൊരു ചെറിയൊരു കാര്യത്തെ ഒരു വലിയ പക മനസ്സിൽ സൂക്ഷിക്കുന്നു. അതിൻ്റെ പിന്നിൽ ലഹരിയുണ്ട്. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, സമൂഹ മനസ്സാക്ഷിയെ വലിയ തോതിൽ ഞെട്ടിച്ച വേദനിപ്പിച്ച ഒരു സംഭവത്തിൽ വിചാരണ കഴിഞ്ഞ് ഇന്നിപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നു. വിധിക്ക് ശേഷമുള്ള ഇരുഭാഗങ്ങളുടെയും പ്രതികരണങ്ങൾ എങ്ങനെ? വിശദാംശങ്ങൾ. സൈഫുദ്ദീൻ, 2023 ഓഗസ്റ്റ് 30-നാണ് കാട്ടാക്കടയിൽ, തിരുവനന്തപുരം കാട്ടാക്കടയിൽ വെച്ച് 15 വയസ്സുള്ള ആദിശേഖരന്റെ തന്നെ ബന്ധുവായിരുന്ന പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. 2 കൂട്ടുകാർ, ആദിശേഖരൻ മറ്റൊരു കൂട്ടുകാരനൊപ്പം കളിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വരാനായിട്ട് സൈക്കിളിലേക്ക് കയറാൻ തുടങ്ങുന്നു. ഈ സൈക്കിളിലേക്ക് കയറാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ പ്രിയരഞ്ജൻ അതിന് പിറകിൽ കിടന്ന് കാറിൽ കയറി വാഹനവുമായിട്ട് മുന്നോട്ട് വന്ന് ആദിശേഖരനെ ഇടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ കൊലപാതകം മനഃപൂർവ്വം നടത്തിയതല്ല, വാഹനം തനിയെ ഉരുണ്ട് വന്നതാണെന്നുള്ള തരത്തിലൊക്കെയുള്ള പ്രതികരണമൊക്കെയാണ് പ്രിയരഞ്ജൻ നടത്തിയത്. ആ സംഭവത്തിലാണ്, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആ ക്രൂര കൊലപാതകത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6ാം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പ്രതി പ്രിയരഞ്ജൻ കുറ്റക്കാരനാണ്. ഈ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് കോടതിയുടെ ശിക്ഷ. ഈ പ്രതി ജീവപര്യന്തം കഠിന തടവ് അനുഭവിക്കുന്നതിനോടൊപ്പം 10 ലക്ഷം രൂപ പിഴയൊടുക്കണം. ഈ പിഴത്തുക കൊല്ലപ്പെട്ട ആദിശേഖരന്റെ പിതാവിനും അമ്മയ്ക്കും, ഈ കുടുംബത്തിന് നൽകണം എന്നുള്ളതാണ് കോടതി വിധി. കോടതി വിധിയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS വിനീത് കുമാർ അറിയിച്ചത്. കാരണം തെളിവുകൾ, പ്രത്യേകിച്ച് ആ CCTV ദൃശ്യം ദൈവത്തിന്റെ ഒരു 3ാം കണ്ണാണ്. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ആ CCTV ദൃശ്യമാണ്. അത് കോടതി തെളിവായിട്ട് സ്വീകരിച്ചു. എല്ലാ കാര്യങ്ങളെയും കോടതിക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ തനിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനൊരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഈ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു സന്തോഷവും ആ ഒരു പ്രതികരണവുമാണ് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS വിനീത് കുമാർ പങ്കുവച്ചത്. അതേസമയം ഈ വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല, സമൂഹത്തിന് മാതൃകയാകുന്ന വിധിയാണ് എന്നുള്ള കാര്യമാണ് കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചത്.